തിരുവനന്തപുരം പാറശാലയിലെ ഷാരോൺ രാജ് വധക്കേസിൽ പ്രതികൾക്കുള്ള ശിക്ഷ ഇന്ന് വിധിക്കുകയാണ്. കേസിലെ ഒന്നാം പ്രതി ഗ്രീഷ്മ, മൂന്നാം പ്രതി നിർമ്മലകുമാരൻ എന്നിവർ കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തിയിരുന്നു. നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിക്കുക. ഇതിന്റെ വിശദാംശങ്ങളുമായി കമലേഷാണ് തയ്യാറായിട്ടുള്ളത്. കമലേഷ്, ഗുഡ് മോർണിംഗ്. ഇന്ന് ശിക്ഷാവിധിയാണ് പറയാൻ പോകുന്നത്. അതിനാണ് നമ്മളൊക്കെ കാത്തിരിക്കുന്നത്. ഗ്രീഷ്മയ്ക്കും അമ്മാവനും അവരാണ് കുറ്റക്കാർ. അവർക്ക് എന്ത് വിധിയാണ് കോടതി തീരുമാനിച്ചിട്ടുള്ളത് എന്ന് അറിയാൻ ഇനി കുറച്ച് മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളതല്ലേ? തീർച്ചയായും പ്രിയ, വളരെ നാൾ കേരളം ഏറെ പ്രാധാന്യത്തോടെ ചർച്ച ചെയ്ത ഗ്രീഷ്മയുടെ ഈ ഒരു കൊലപാതകവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഷാരോൺ രാജ് വധക്കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരു അന്തിമ വിധി, അതായത് ഈ പ്രതികൾക്കുള്ള ശിക്ഷാവിധിയാണ് ഇന്ന് വരുന്നത്. കഴിഞ്ഞ ദിവസം ഇതിൻ്റെ വാദം പൂർത്തിയായിരുന്നു. ഇന്ന് രാവിലെ 11 മണിയോടുകൂടിയാണ് കോടതി നടപടികൾ ആരംഭിക്കുക. നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതിയാണ് ഈ കേസിൽ വിധി പറയുന്നത്. കഴിഞ്ഞ ദിവസം ഈ പ്രോസിക്യൂഷൻ പ്രതികൾക്ക് മേൽ ചുമത്തിയ കുറ്റങ്ങളെല്ലാം തന്നെ കോടതി അംഗീകരിച്ചിരുന്നു. കൊലക്കുറ്റമടക്കം ഈ ഗ്രീഷ്മയ്ക്കും മൂന്നാം പ്രതിയായിട്ടുള്ള അമ്മാവൻ നിർമ്മലകുമാരനുമെതിരെ പ്രോസിക്യൂഷൻ ചുമത്തിയിരുന്നു. ഇത് കോടതി ശരിവെക്കുന്ന ഒരു സാഹചര്യമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുള്ളത്. ഇന്ന് രാവിലെ 11 മണിയോടുകൂടി കോടതിയുടെ തുടർ നടപടികൾ, ഈ കേസുമായി ബന്ധപ്പെട്ട തുടർവാദം ആരംഭിക്കും. ഇതിലാണ് ശിക്ഷ സംബന്ധിച്ച ഒരു വിധി ഉണ്ടാവുക. സ്വാഭാവികമായും അപൂർവമായ ഒരു കേസ് എന്ന നിലയിൽ തന്നെ ഈ കേസിനെ പരിഗണിക്കണം എന്ന് ചൂണ്ടിക്കാട്ടി പരമാവധി ശിക്ഷയായ വധശിക്ഷ തന്നെ പ്രതിക്ക് നൽകണം എന്ന ആവശ്യം പ്രോസിക്യൂഷൻ മുന്നോട്ട് വെക്കുമോ എന്നതാണ് ഇനി കാണേണ്ടതുള്ളത്. അതുപോലെ തന്നെ ഈ പ്രതിഭാഗത്തിൻ്റെ അഭിഭാഷകനും ഇന്ന് അവരുടെ തുടർവാദങ്ങൾ കോടതിയിൽ ഉന്നയിക്കും. ഈ പ്രതിയുടെ പ്രായം അടക്കം പരിഗണിച്ചുകൊണ്ട് ഇതിൽ പരമാവധി ശിക്ഷ ഇളവ് നൽകണമെന്ന ആവശ്യമായിരിക്കും പ്രധാനമായും പ്രതിഭാഗത്തിൻ്റെ ഭാഗത്തു നിന്നും ഇന്ന് കോടതിയിൽ ഉണ്ടാവുക. ഏതായാലും ഈ വിഷയത്തിൽ നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് ജഡ്ജ് MM ബഷീറാണ് ഈ ശിക്ഷാവിധി ഇന്ന് പ്രഖ്യാപിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം. ഏതായാലും നമ്മൾ വളരെ നാളായി കാത്തു നിന്നിരുന്ന ഒരു ശിക്ഷാവിധി തന്നെയാണ് ഇത്. എന്ത് വിധിയായിരിക്കും ഈ ഷാരോൺ രാജിൻ്റെ സ്ത്രീ സുഹൃത്തായ, അതായത് ഈ കേസിൽ ഒന്നാം പ്രതി ഷാരോൺ രാജിൻ്റെ സ്ത്രീ സുഹൃത്തായ ഗ്രീഷ്മയും മൂന്നാം പ്രതി ഈ ഗ്രീഷ്മയുടെ അമ്മാവനായ നിർമ്മലകുമാരനുമാണ്. ഈ അമ്മാവനെതിരെ ഈ തെളിവ് നശിപ്പിക്കാനടക്കം സഹായിച്ചു എന്ന കുറ്റമാണ് നിലനിൽക്കുന്നത്. ഇവർക്കുള്ള ശിക്ഷ എന്തായിരിക്കും എന്നത് തന്നെയാണ് ഏറെ ആകാംക്ഷയോടെ കേരളം കാത്തിരിക്കുന്നത്. അതോടൊപ്പം നിലവിൽ ഈ ഒന്നാം പ്രതി ഗ്രീഷ്മ അട്ടക്കുളങ്ങര ജയിലിലാണുള്ളത്. 11 മണിയോടുകൂടി ഇവരെ കോടതിയിലെത്തിക്കും. അതിനുശേഷമാണ് ഈ തുടർ നടപടികളെല്ലാം തന്നെ നടക്കുക എന്നതാണ് ഒരു പ്രധാനപ്പെട്ട വിഷയം. ഈ കേസിൽ പരമാവധി ശിക്ഷ പ്രതികൾക്ക് ലഭിക്കും എന്ന പ്രതീക്ഷ തന്നെയാണ് പ്രോസിക്യൂഷനും അതുപോലെ തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥരും എല്ലാം തന്നെ കഴിഞ്ഞ ദിവസം പങ്കുവച്ചിരുന്ന ഒരു കാര്യം. അതോടൊപ്പം ഈ കേസിലെ രണ്ടാം പ്രതിയാണ് ഗ്രീഷ്മയുടെ അമ്മ. പക്ഷേ കഴിഞ്ഞ ദിവസം കോടതി ഇവരെ വെറുതെ വിട്ടിരുന്നു. ഈ വെറുതെ വിട്ട നടപടിക്കെതിരെ മേൽക്കോടതിയെ സമീപിക്കുന്നത് അടക്കമുള്ള തുടർ നടപടികൾ അടക്കമുള്ള കാര്യങ്ങളിൽ ഇന്ന് ശിക്ഷാവിധി വന്നതിന് ശേഷമായിരിക്കും പ്രോസിക്യൂഷൻ ഒരു തീരുമാനമെടുക്കുക എന്നതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. 2022 ഒക്ടോബർ 14 ഗ്രീഷ്മ ഈ ആൺ സുഹൃത്തായ ഷാരോൺ രാജിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ഈ കുടിക്കാൻ കൊടുത്ത പാനീയത്തിൽ വിഷം കലർത്തി നൽകിയത്. പിന്നീട് 11 ദിവസം ഷാരോൺ രാജ് ആശുപത്രിയിൽ കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. 11ാം ദിവസമാണ് ഷാരോൺ രാജ് മരിച്ചത്. പക്ഷേ അതുവരെയും ഗ്രീഷ്മയ്ക്കെതിരെ ഒരു മൊഴി നൽകാൻ വേണ്ടി ഷാരോൺ രാജ് തയ്യാറായിരുന്നില്ല. അതുവരെയും ഗ്രീഷ്മയെ ഷാരോൺ രാജ് അവിശ്വസിച്ചിരുന്നില്ല എന്നുള്ളതാണ് ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നതാണ് നമുക്ക് പറയാൻ കഴിയുക. ഏതായാലും 11 മണിയോടുകൂടി കോടതി നടപടികൾ ആരംഭിക്കും. അതിനുശേഷം ഈ കേസിലെ ശിക്ഷ സംബന്ധിച്ച തുടർവാദം ആരംഭിക്കും. അതിനുശേഷമായിരിക്കും കോടതി ശിക്ഷ സംബന്ധിച്ച വിധി പ്രസ്താവിക്കുക. പ്രിയ, ശരി കമലേഷ്, എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത കൂടിയാണ് ഈ ദിവസം വരാനിരിക്കുന്നത്. തിരുവനന്തപുരം പാറശാലയിലെ ഷാരോൺ വധക്കേസിൽ പ്രതികൾക്കുള്ള ശിക്ഷ ഇന്ന് വിധിക്കുകയാണ്. എന്ത് ശിക്ഷയാണ് ഇവർക്ക് ലഭിക്കാൻ പോകുന്നത് എന്നതാണ് കേരളം കാത്തിരിക്കുന്നത്. മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച ഒരു സംഭവം തന്നെയാണ് 2022 ഒക്ടോബറിൽ സംഭവിച്ചത്. അതിനുശേഷം ഈ കേസിൻ്റെ നാൾവഴികൾ, ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ, കാര്യങ്ങളൊക്കെയും ഓരോ ഘട്ടത്തിലും പുറത്തു വരുമ്പോൾ അതൊക്കെ നമ്മളെ ഞെട്ടിപ്പിച്ചുകൊണ്ടാണ് കണ്ടതും കേട്ടതും വായിച്ചതും ഒക്കെ. എന്തായാലും അതിൽ പ്രധാന പ്രതിയായ ഗ്രീഷ്മ കുറ്റക്കാരിയാണ്, ഒന്നാം പ്രതിയാണ്. അവർ കുറ്റക്കാരിയാണ് എന്ന് കണ്ടെത്തിയിരിക്കുന്നു. അവർക്കുള്ള ശിക്ഷാവിധിയും ഒപ്പം അമ്മാവനുള്ള ശിക്ഷാവിധിയും എന്താണ് എന്നാണ് ഇന്ന് പറയാൻ പോകുന്നത് കോടതി. അതിൻ്റെ വിശദാംശങ്ങളാണ് കമലേഷ് നൽകിയത്.